ഇത്തരത്തിലെ വിവാദങ്ങളും വിഷയങ്ങളും പത്രമാധ്യമങ്ങളിൽ വന്ന സമയത്താണ് കോൺഗ്രസ് ശക്തമായ നടപടിയെടുത്ത്. പിന്നെ ഏത് ഫോറത്തിൽ നിങ്ങൾ കണ്ടത്? ഞാൻ ചോദിക്കുന്നത്, ഒരു ജനപ്രതിയായിട്ടുള്ള ഇരിക്കുന്ന ആളാണ് അയാൾ. അദ്ദേഹം പല ആളുകളും കണ്ടിട്ടുണ്ടാവും, പലരെയും അഭിവാദ്യം ചെയ്തിട്ടുണ്ടാവും. രാജിവെക്കേണ്ടല്ലേ? രാജിവെക്കേണ്ട ആവശ്യമല്ലേ? നിലവിൽ MLA സ്ഥാനം രാജിവെക്കണ്ടേ? ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയുന്നു. പാലക്കാട്ട് ഔദ്യോഗികമായ ഒരു യോഗത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തിട്ടില്ല. ആഫ്റ്റർ സസ്പെൻഷന് ശേഷം ഔദ്യോഗികമായ ഒരു പരിപാടിയും പങ്കെടുത്തിട്ടില്ല. അയാൾ സ്വന്തമായ നിലയ്ക്ക് പ്രചരണം നടത്തുന്നതോ പിന്തുണയ്ക്കുന്നതോ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. രാഷ്ട്രീയം ഞാൻ പറയട്ടെ, UDF നിങ്ങളിപ്പോ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. UDFന്റെ പ്രവർത്തകർക്കൊപ്പം വീടുകൾ കയറി പ്രചരണം നടത്തുന്നത് സംഘടനാപരമായ പ്രവർത്തനമല്ലേ? പിന്നെ അയാള് BJPയുടെ കൂടെ പ്രവർത്തിക്കണം. അല്ല, CPM ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയുടെ കൂടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്കൊപ്പം അല്ലേ? ജനം ഓരോരുത്തർ ചോദിക്കും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ കണ്ണാടിയിൽ വെച്ച് കണ്ണാടിയിലെ ക്ഷീരോത്പാദക സഹകരണ സംഘം, കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘത്തിന്റെ മുകൾ നിലയിലെ ഓഫീസിൽ വെച്ച് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ഞാൻ ചോദിട്ടെ, ഇത്രയും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ അറിയോ, അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സൊസൈറ്റിയാണ്. അവിടെ കോൺഗ്രസ്സുകാർക്ക് മാത്രം വരാൻ പറ്റുമോ? അവിടെ എല്ലാവരും വരും. പാലളക്കുന്നവർ വരും, ഇടപാട് വരും. അത് നിങ്ങൾ തീരുമാനിച്ച അങ്ങനെ ഞങ്ങളുടെ അറിവിലില്ല. നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ളവർ തയ്യാറാവുമല്ലോ.